മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഗ്രോ ബാഗിൽ മണ്ണില്ലാത്ത കരിയില മാത്രം ഉപയോഗിച്ച് ഉണ്ടമുളക് കൃഷി ചെയ്ത് മികച്ച ആദായം എടുക്കാൻ പറ്റുന്ന ഒരു രീതിയെപ്പറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രോ ബാഗ് ഇപ്പോൾ സർവ്വസാധാരണ പല സ്ഥലങ്ങളിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ഗ്രോ ബാഗിനകത്ത് ഇതേപോലെയുള്ള കരിയിലകൾ ഗ്രോ ബാഗിനകത്ത് ശരിക്ക് നിറയ്ക്കുക. ഇങ്ങനാക്കി ശരിക്കും നിറച്ചതിന് ശേഷം ഉണ്ടമുളവിൻ്റെ തൈ, നല്ല മാതൃസസ്യത്തിൽ നിന്നും ലഭ്യമായ ഉണ്ടമുളവിൻ്റെ തൈ നമ്മൾ അതിനകത്ത് നട്ടുപിടിപ്പിക്കുക. അതിനകത്ത് നട്ട് ഒരു സ്വല്പം മണ്ണ്, ഒറ്റക്കൈ മണ്ണോടെ ഇട്ട് വേണം നടാൻ. നട്ടതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് ഇതിന് പുതിയ ഇല വരാൻ തുടങ്ങും. നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ എല്ലുപൊടി, ഇത്ര എല്ലുപൊടി അതിൻ്റെ വട്ടം വിതറി കൊടുത്തതിന് ശേഷം വീണ്ടും കരിയില ചെറിയ രീതിയിൽ ഇതിൻ്റെ മണ്ടയ്ക്കിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു മാസം ആകുമ്പോഴത്തേന്, ഇതിപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേന് ഇതേ പരുവമായി കഴിയുമ്പോഴാണ് നല്ല പരിചരണം വേണ്ടത്. അപ്പോൾ ഇതിന് ഭാരമില്ല, നോക്കിയിട്ട് ഇത് യാതൊരു ഭാരമില്ല. കാരണം ഇത് കരിയില ആയതുകൊണ്ട് ഭാരമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു കിടക്കാം. അതുപോലെ തന്നെ കായ്ഫലം ഉണ്ടാക്കിയതിന് ശേഷം നിറച്ച് കായോടുകൂടി, നിറച്ച് മുളകോടുകൂടി നമുക്കിത് വിൽക്കാൻ സാധിക്കും. അങ്ങനെ കുറേയധികം നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം 1.5 മാസം കഴിഞ്ഞ കുരുമുളകാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേപോലെ ഇത് എല്ലുപൊടിയാണ്. ഇത്ര എല്ലുപൊടി ഇതിൻ്റെ ചുവട്ടിൽ വട്ടത്തിൽ നമ്മൾ വേറെ കൊടുക്കും. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വളമിടുന്നത്. ഇത് പൂക്കണ്ണി ആയതേ ഉള്ളൂ, കായ്ഫലമായിട്ടില്ല. ഇത്രയും എല്ലുപൊടി നമ്മൾ വേറെ കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു കാരണവശാലും ചാമ്പൽ, അതായത് നമ്മുടെ ചാരം, വിറകിൻ്റെ ചാരം, വെണ്ണീർ ഈ ഉണ്ടമുളവിന് ഇടരുത്. അത് വലിയ ദോഷമുണ്ടാക്കും. മുരടിപ്പ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചാരം നമ്മൾ ഇതിനകത്ത് ഇടരുത്. അതുപോലെ തന്നെ ഈ ഉണക്ക് സമയത്ത്, കഠിനമായ വരൾച്ച സമയത്ത് തോല്, അതായത് ഈ സസ്യങ്ങളുടെ പച്ചില ഇതിൽ ചുവട്ടിലിട്ട് കൊടുക്കരുത്. അത് ചൂട് വർദ്ധിക്കാൻ ഇടയാക്കും. കരിയില മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കൂ. അപ്പോൾ നമ്മൾ ഈ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കരിയില വീണ്ടും വയ്ക്കുകയാണ്. ഇതേപോലെ കരിയില നമ്മൾ വീണ്ടും വച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കരിയില വീണ്ടും വെച്ചു, കാരണം കരിയിലയിലാണ് ഇത് വളരുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇങ്ങനെ കരിയില, ഏത് കരിയിലയായാലും മതി, അരിഞ്ഞ കരിയില വേണ്ട. പിന്നെ വട്ട മുതലായ കരിയിലയിൽ ധാരാളമായ ഫലപുഷ്പം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വട്ടം നല്ലതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് ചീമപ്ലാവിൻ്റെ കരിയിലയാണ് ഞാനിവിടെ ഇടുന്നത്. ഇങ്ങനെ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുക. ആദ്യം എല്ലുപൊടി ഇട്ടു, അതിനുശേഷം നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു വളമുണ്ട്. കാരണം നമുക്കിത് വിളവ് കൂട്ടുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂമിയുടെ വിസ്തൃതി വർദ്ധിച്ചു വരുന്നതിനാലും, അതുപോലെ തന്നെ കൂടുതൽ കുടുംബാംഗങ്ങൾ വാടകയ്ക്കും ഫ്ലാറ്റിലുമൊക്കെ താമസിക്കുന്നതിലും മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഈ ഉണ്ടമുളകൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന കറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ നിറവും ഗുണവും ഗന്ധവും ഒക്കെ വർദ്ധിക്കും, അതിനിത് ആവശ്യമാണ്. പിന്നെ എല്ലുപൊടി ഇട്ട് കരിയില ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, നമ്മൾ ഈ കന്നുകാലിക്ക് പശുവിന് കൊടുക്കുന്ന കടലപ്പിണ്ണാക്ക് കൂടെ ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ്. ഒരു 2 കഷ്ണം കടലപ്പിണ്ണാക്കും ഒരു 2 കഷ്ണം വേപ്പിൻ പിണ്ണാക്കൂടെ കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക. അതിനുശേഷം ദിവസവും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 3 ദിവസം ആയ വെള്ളമാണിത്. 3 ദിവസം പോലെ നമുക്ക് ഊറ്റിയെടുത്ത് ഈ നമ്മളിട്ട കരിയിലയുടെ ചുവട്ടിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് കഞ്ഞിവെള്ളമാണ്. ഇന്നലത്തെ ഈ കഞ്ഞിവെള്ളം നമ്മൾ ഇതിൻ്റെ ഇലകളിലൊന്ന് തളിച്ചു കൊടുക്കുക. ഇലകളിൽ തളിക്കുന്നത് തന്നെ അതിൻ്റെ ചുവട്ടിലൂടെ വീഴുന്ന വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചുവട്ടിൽ ഒരു സ്പ്രെയർ അല്ലെങ്കിൽ ക്യാനോ വല്ലതും ഉപയോഗിച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിക്കുന്നത് കഴിയുമെങ്കിൽ
ദിവസവും ഏതെങ്കിലും ഒരു നേരം ഒന്നുകിൽ രാവിലെയോ വൈകിട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും ഇതൊരു 10-15 ദിവസം കഴിയുന്നുണ്ടേ ഇത് മുളവ് ഇഷ്ടം പോലെ ആവും. ഇഷ്ടംപോലെ മുളവ് പിടിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ പരീക്ഷണങ്ങൾ വളരെയധികം വിജയപ്രദമാണ്. വളരെ തുച്ഛമായ ചിലവേ ഉള്ളൂ, പക്ഷേ ഉൽപ്പാദനം നമുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ സാധിക്കും. വെള്ളം വില കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല, വളം വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. എല്ലുപൊടി മാത്രമേ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നുള്ളൂ. വേപ്പിന്മാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ തുച്ഛമായ വിലയൊക്കെ ആവത്തുള്ളൂ. ഇതെല്ലാം ഉപയോഗിച്ച് 1, 2, 3 മൂട് പുണ്ടമുളക് നട്ടുപിടിപ്പിക്കാമെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ആവശ്യവും കഴിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് വിൽക്കാൻ സാധിക്കും. അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ആവശ്യമായ മിക്ക ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.